ക്രിസ്തുമാർഗത്തിന് മറ്റ് പൗരസ്ത്യ മതങ്ങളിൽ നിന്ന് ഉള്ള വ്യത്യാസം എന്താണ്? ഹൈന്ദവത, ബുദ്ധിസം, ജൈനിസം പോലുള്ള മതചിന്താധാരകളിൽ നിന്ന് ക്രിസ്തുമാർഗം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? മറ്റ് പൗരസ്ത്യ മതങ്ങളിൽ മോക്ഷത്തെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. പുനർജന്മ ചക്രത്തിലൂടെ കടന്ന് ഒടുവിൽ നിർവ്വാണത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തപ്പെടുന്നു. എന്നാൽ ക്രിസ്തുമാർഗത്തിൽ അങ്ങനെയല്ല. രക്ഷ സത്യത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. പുനർജന്മ ചക്രം ഇവിടില്ല. മറിച്ച് ദൈവം ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട്. ആ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കുകയും രക്ഷകനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ രക്ഷയിലേക്കുള്ള ആദ്യപടി. പാപത്തെ സംബന്ധിച്ച് മറ്റ് പൗരസ്ത്യ മതങ്ങൾ പറയുന്നത് പോലല്ല ക്രിസ്ത്യാനിറ്റി പറയുന്നത്. പിന്നെ എന്താണ്? അത് ദൈവത്തിനെതിരെ മനഃപൂർവമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതാണ്, വഴിപിഴച്ചു പോയതാണ്. ആ വഴിപിഴച്ചു പോയ അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ഇതര പൗരസ്ത്യ മതങ്ങളിൽ നിന്ന് ക്രൈസ്തവത വേറിട്ട് നിൽക്കുന്നു. മോക്ഷം പ്രാപിക്കുവാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് എല്ലാ മതങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുമ്പോൾ ക്രൈസ്തവത പറയുന്നത് രക്ഷ കിട്ടുവാനായിട്ട് മനുഷ്യനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട്. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ രക്ഷകനെ, വിമോചകനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രക്ഷയ്ക്കായിട്ട് ദൈവമാണ് ചെയ്യുന്നത്, ആ രക്ഷകനെ മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ ഇതര മതങ്ങളിൽ അങ്ങനെയല്ല. മോക്ഷത്തിനായിട്ട് മനുഷ്യൻ തന്നെ പ്രയത്നിക്കണം. കർമ്മങ്ങളാൽ രക്ഷ പ്രാപിക്കും, സൽക്കർമ്മങ്ങളാൽ രക്ഷ പ്രാപിക്കും. ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഈ പുനർജന്മ ചക്രത്തിലൂടെ തുടർന്നു കൊണ്ടിരിക്കും. ഇതാണ് ഇതര മതങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ്. മറ്റു മതങ്ങളെക്കാളും ലളിതമാണ് ക്രൈസ്തവത മുന്നോട്ട് വയ്ക്കുന്ന ആശയം.